قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين صدق الله العظيم. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബിയെ തങ്ങൾ പറയുക, മൻ ആരാണ് അദുവ്വല്ലി ജിബ്രീല, ജിബ്രീൽ അലി ഇസ്ലാമിനോട് ശത്രുവായത് ആരാണ്? ഫൈന്നഹു ജിബ്രീൽ അലി ഇസ്ലാം നസ്സലഹു ആ ഖുർആനിനെ അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. മുസദ്ദിഖൻ അലാ ഖൽബിക, നസ്സലഹു അലാ ഖൽബിക, ആ ഖുർആനെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുന്നത് ജിബ്രീൽ ഇസ്ലാമാണ്. ബിഇദ്നില്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നേരെ മുമ്പിലുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ വാസ്തവമാക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാതെ ഇഞ്ചീൽ തൗറാത്തിനെ ഒന്നും തള്ളിപ്പറയുന്ന ഗ്രന്ഥമല്ല. അതൊക്കെ ശരിയാണ് എന്ന് പറയുന്നത് മാത്രമല്ല, അതിലുള്ള ഒരുപാട് തെളിവുകൾ തന്നെയാണ് തൗഹീദിന് ഖുർആനിലുള്ളത്. മാത്രമല്ല വഹുദൻ, ജനങ്ങൾക്ക് സന്മാർഗമാണ്. വബുശറ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വിശേഷം അറിയിക്കുന്ന ഗ്രന്ഥവുമാണ്. ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക്. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ആരാണ് ശത്രു ആയത് എന്നാണ്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോ ജൂതന്മാര് അവരുടെ ഒരു പ്രതിനിധിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ സൂറിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി എനിക്ക് കിട്ടിയാൽ ഞാൻ ഇപ്പോൾ മുസ്ലിം ആവുന്നത്, ഞാൻ മുഅ്മിനാവുന്നത്, നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത്. എനിക്കങ്ങനെ ചില കാര്യങ്ങൾ കിട്ടാണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചത്, നിങ്ങളെ ഉറക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു. അവസാനത്തെ നബിയുടെ ഉറക്കത്തെ കുറിച്ച് ഞങ്ങളുടെ തൗറാത്തിലുണ്ട്, നിങ്ങളെ ഉറക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനാമു ഐനായ വലാ യനാമു ഖൽബി, എന്റെ രണ്ട് കണ്ണും ഉറങ്ങും, ഖൽബ് ഉറങ്ങൂല, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് ഞങ്ങളെ തൗറാത്തിലുള്ളത്. അവസാനത്തെ പ്രവാചകൻ ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങൂലെന്ന് തൗറാത്തിലുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണടഞ്ഞാലും വൽ ഖൽബു യഖ്ളാനു എന്നാണ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹൃദയം ഉറങ്ങൂല എന്നാണ്. ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കണ്ണടയും, പക്ഷെ അപ്പോഴും ബോധതലം പ്രവർത്തിക്കുന്നുണ്ടാവും. പേക്കിനാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൂല. എന്തെങ്കിലും കിനാവ് കണ്ടാൽ അത് നേരം പുലരും പോലെ ആ കിനാവിന്റെ യാഥാർത്ഥ്യം പുലർന്നിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവ്വലുമാ ബദഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറുഇയത്തു സാലിഹ, വഹയിന്റെ ആരംഭം നല്ല സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നു. പിന്നെയാണ് ജിബ്രീൽ വന്നത് അലൈഹിസ്സലാം. എന്നിട്ട് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണൂല, ഇല്ലാ ജാഅത്ത്, ആ സ്വപ്നത്തിന്റെ പുലർച്ചെ വന്നിട്ടല്ലാതെ, മിസ്ല ഫലഖി സുബ്ഹി, സുബ്ഹിയുടെ പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ തങ്ങൾ കണ്ടതിന്റെ വ്യാഖ്യാനാണ്ട് പൊട്ടിവിടരും. അതായിരുന്നു മുസ്തഫ നബിയുടെ കിനാവ്. കാരണം കണ്ണ് ഉറങ്ങിയാലും കൽബ് ഉറങ്ങൂല. മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നല്ലോ മുഹമ്മദ് മുസ്തഫ. വാള് ശിഖരത്തിൽ തൂക്കിയിട്ടിരുന്നു. മുമ്പ് പലതവണ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾക്ക് ഇത് നല്ല തക്കടിയായി. ചുറ്റുഭാഗത്തൊന്നും ആരുമില്ല, ആള് ഉറങ്ങുവാണ്. ഇനി ആ വാളും കണ്ടെടുത്തിട്ട് കഴുത്തിന് വെട്ടിയാൽ ഇതുവരെ ലോകം മുഴുവനും കാത്തിരുന്ന തല എനിക്ക് തന്നെ കിട്ടും. അതിന് വല്ല സമ്മാനം കിട്ടുകയാണെങ്കിൽ അതും എനിക്ക് തന്നെ. ഇത് നല്ല അവസരമാണെന്ന് കരുതിയിട്ട് ഈ മനുഷ്യൻ ശത്രു വാളിൽ തൂക്കിയ തൂക്കിയിട്ടിരിക്കുന്ന വാളും കണ്ടെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഉറങ്ങണ മുത്തുനബി ഇങ്ങനെ നോക്കി, എവിടെയാണ് വെട്ടുക. നല്ല ഉറക്കിലാണ്. ആ കഴുത്തിന്റെ ഞരമ്പിന്റെ മർമ്മം നോക്കിയിട്ട് വെട്ടാങ്ങനെ നിൽക്കുമ്പോ ഇനി അടുത്തത് വെട്ടലാണ്. പക്ഷെ ഉറങ്ങിയിരിക്കുന്ന ഒരാളെ വെട്ടി എന്ന ഭീരുത്വം പേറണ്ടെന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്ത്, വെട്ടുന്നതിന്റെ തൊട്ടും ഒറ്റവിളി, യാ മുഹമ്മദ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു. ഇപ്പൊ ആരാ നിന്നെ സഹായിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഈ കുറച്ച് പടച്ചോന്റെ കുദറത്ത്, ഇലാഹ്, തൗഹീദ്, ഏകനായ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ എതിർത്ത് ഞങ്ങളെ ദൈവങ്ങളൊക്കെ അവഗണിച്ചിട്ടും വിമർശിച്ചും ഞങ്ങളെ ദൈവങ്ങളെ ആ യഥാർത്ഥ ദൈവങ്ങളല്ല, ദൈവം ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. ഇതാ ഞാൻ എന്നെ കൊല്ലാൻ പോവാണ്. ഏത് ദൈവമാണ് ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താനുള്ളത്? നീ പറഞ്ഞു നടക്കുന്ന ഏത് ദൈവമാണ് ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ട് പറയുന്നത്? മുഖത്തിന് ഭീതിയുടെ ഭാവം പോലും ഉണ്ടായില്ല എന്നാണ്. അങ്ങനല്ല ഒരു വലി ഇതാ കാട്ടുക എന്നുള്ള അങ്ങനൊന്നും ഉണ്ടായില്ല എന്നാണ്. ഇയാളിത് ചോദിച്ച സമയത്ത് ഞൊടിയിടയിൽ കൊടുത്ത മറുപടി അല്ലാ എന്നാണ്ട് പറയലോട് കൂടി ശത്രു കിങ്കന്റെ വലത്തെ കയ്യിൽ നിന്ന് വാളാണ്ട് താഴെ വീണു. തുണിയെ കൂടി മൂത്രമുണ്ട് പോയി. മൂത്രമല്ല പോകാനുള്ളതൊക്കെ പോയി. ഇയാളിങ്ങനെ വിറച്ചിക്കാണ്. എന്തിയപ്പോടെ സംഭവിച്ചത്? എന്നെ കാക്ക അല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുസിൽ വാളെടുത്തിട്ടൊന്നുമില്ല. എന്നെ കാക്കാൻ അള്ളാഹുണ്ട്. ഇയാളങ്ങട്ട് വിറച്ചു. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ആ വാളങ്ങട്ട് എടുത്തു. എന്നിട്ടൊരു ചോദ്യം, വെട്ടിയൊന്നുമില്ല കേട്ടോ. അല്ല, എന്നെ കാക്ക അല്ലുണ്ട്, എന്നെ കാത്തും ചെയ്ത്. ഇനിയിപ്പൊ ഞാൻ എന്നെ വെട്ടാൻ പോകണിൽ നിന്നെ കാക്കപ്പ ആരാണുള്ളതെന്ന് വെച്ച് തിരിച്ചും കൊണ്ട് വേണമല്ലോ. എന്നെ കാക്ക എന്റെ റബ്ബുണ്ട്, എന്നെ കാത്തും ചെയ്ത്. അത് ലൈവായി കണ്ടല്ലോ. ഇപ്പൊ വാളെന്റെ കയ്യിലാ, ഇനി എന്റെ അവസരമാണ്. അപ്പൊ ഞാൻ വെട്ടുകയാണെങ്കിൽ നിന്നെ കാക്കപ്പ ആരാളുള്ളതെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, അൽ അമീൻ മുഹമ്മദേ, അത് നിങ്ങൾ തന്നെ ഉള്ളു, വേറെ ആരുമില്ല. എന്നെ കാക്ക നിങ്ങൾ തന്നെ ഉള്ളു. അള്ളാന്റെ റസൂൽ വെട്ടിയില്ല, വാളാണ്ട് ഓറയ്ക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നഫഖുൽ ചൊല്ലിക്കോ, ആ അള്ളാനെ വിശ്വസിച്ചോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇയാൾ പറഞ്ഞു, അതിന് നമുക്ക് അവലാറ്, അനുഭവം മുന്നിൽ ഇങ്ങനെ കണ്ടിട്ട്, ലൈവായി മോചിതത്ത് കണ്ടിട്ട്, അള്ളാന്റെ സഹായം കണ്ടിട്ട്, അള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്ര സൗകര്യമുള്ള ഒരവസരം എന്നെ ഇല്ലായിരുന്നിട്ട് അയാൾ പറഞ്ഞു, അതിന് എനിക്ക് അവലാറ്, ഞാനങ്ങനെ ചെയ്യില്ല, എനിക്ക് ആ പഴയ വിശ്വാസം തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തില്ല. അയാളെ വൈക്കിട്ടു. അയാൾ നാട്ടിൽ പോയിട്ട് പറഞ്ഞ എന്താ അറിയോ, ഇന്ന് ഭൂമിയിൽ ജീവിക്കണ ഏറ്റവും നല്ല മനുഷ്യന്റെ അടുത്താണ് വരുന്നത്. എന്റെ കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. അപ്പൊ ചില ആളുകൾ വസ്വാസം ഉണ്ടാക്കും. അപ്പൊ നിസ്കാരത്തിൽ 5-ാമത്തെ റക്അത്തേക്ക് നീച്ചിയിലെ, 4 റക്അത്തുള്ള 3-ാമത്തെ റക്അത്തിൽ ഇരുന്നീലെ ഒക്കെ ചെയ്തുക്കണം, ഒക്കെ ഉണ്ട്. അതൊക്കെ മഹാന്മാർ വളരെ വൃത്തിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി ഫതുൽ ബാരിയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽബ് ഉറങ്ങൂല പറഞ്ഞിട്ട് പിന്നെ എന്താ, അതൊക്കെ ഇപ്പൊ നിസ്കാരത്തിൽ തന്നെ ഉറങ്ങണ മാതിരിയല്ലേ, മറവി വരെയല്ലേ. മറവി തങ്ങൾക്ക് വരൂല, പക്ഷെ വന്നത് മുഴുവനും ഉമ്മത്തിന് ഗുണപാഠമാണ്. അതിനൊക്കെ ഓരോ മസ്അല ഉണ്ടാവും. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിൽക്കാലത്ത് എങ്ങനെ ഫിഖ് ഉണ്ടാകുക? അന്നലക്ക് അള്ളാഹു തആല ചില സമയത്ത് മറവിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നബിയുടെ ഒരു പൊതു സ്വഭാവമല്ല, അള്ളാഹ് ഇടപെടണ. എന്തുകൊണ്ട്? മറന്നാൽ ഒരാൾ ഇപ്പൊ 5-ാമത്തെ റക്അത്തൊക്കെ എണീച്ചു, എന്താ മസ്അല എന്ന് അറിയണമെങ്കിൽ ആധാരം വേണ്ടേ? അപ്പൊ അവിടെ ഉദ്ധരിക്കും, ആധാരമുണ്ട്, മുത്തനബി 5-ാമത്തെ റക്അത്തൊക്കെ എണീച്ചിട്ടുണ്ട് എന്ന് പറയും. 4-ാമത്തെ റക്അത്തിൽ 4 റക്അത്തുകളിൽ 3-ാമത്തേൽ ഇരുന്നു. ഫുഖഹാക്കൾക്ക് മസ്അല പറയണമെങ്കിൽ ആധാരം വേണ്ടേ? ആധാരമുണ്ട്, 4 റക്അത്തുള്ള ഇശാക്ക് മുത്തനബി 3-ാമത്തെ റക്അത്തിൽ ഇരുന്നു, മസ്അലയായി. അപ്പൊ അതിന് ചില മറവികളൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഖൽബൊരിക്കലും ഗഫലത്തിലാവാത്ത ആളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കും. ഉദാഹരണം, ഉമ്മുൽ ഖത്താബ് ഹിജ്റ പോണ സമയത്ത് എങ്ങനെ പോയത്? വാള് അറിയുന്ന കണ്ടെടുത്ത്, എന്നിട്ട് മക്കയുടെ കാബയുടെ മത്താഫ് കണ്ടിറങ്ങി, എന്നിട്ട് വാളാണ് ഉയർത്തി. ധൈര്യമുള്ള ഒരു വാടാ, ഞാൻ മദീനത്തേക്ക് പോവാ. ഹലാലായ ഉമ്മക്ക് പറഞ്ഞ, തൻ്റെ ഉള്ള വാപ്പാക്ക് പറഞ്ഞ, മുലപ്പാല് കുടിച്ച ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ഉമ്മറിനെ തടുക്കാൻ വാടാ. അതപ്പ പറയേണ്ട ചില വർത്താനം തന്നെയാണ്, പറയേണ്ടോടത്ത് പറയണ്ടേ. എന്നെ തടുക്കാൻ ധൈര്യമുള്ളവരെ ഇങ്ങോട്ട് വാ. ഒരൊറ്റ കുട്ടി എടുത്തില്ല, എന്നിട്ട് വാളും വീശിയിട്ടാണ് പോയത്, മദീനത്തേക്ക് പോയത്.
എന്നാ അതേസമയം ഉമർ ഖത്താബിനേക്കാളും ധൈര്യവും ശക്തിയുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയത് എങ്ങനെയാണ്? പേടിച്ചിട്ട് ഒളിച്ചോടുന്ന സ്ഥലമുണ്ട് മദീനത്തേക്ക് പോവാൻ, ഡയറക്റ്റ് സ്ഥലമല്ല, പേടിച്ചിട്ട് ഒളിച്ചോടുന്ന സ്ഥലം, അതിൽക്കൂടെയാണ് പോയത്. അതാണ് തനിയാത്തുൽ വദാ. ഡയറക്റ്റ് പോണ സ്ഥലമല്ല ഇത്. പിന്നെ ആരെങ്കിലും എന്നെ പിടിക്കുമോ എന്ന് പേടിച്ചിട്ട് അന്നത്തെ ആളുകൾ പോയിരുന്ന, ഒളിച്ചു പോയിരുന്ന സ്ഥലമാണ് തനിയാത്തുൽ വദാ. അപ്പൊ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഉമർ കാബത്തിന്റെ അടുത്ത് നിന്നിട്ട് വാള് ചുഴറ്റി വീശിയിട്ട് ധൈര്യമുള്ളവർ കടന്നുപാടാ എന്ന് ചങ്കുറപ്പോടെ വെല്ലുവിളിച്ചിട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഇങ്ങനെ പേടിച്ചോടിപ്പോയി? അതിന്റെ ആവശ്യമില്ലല്ലോ. ഖത്താബിനേക്കാളും ആരോഗ്യമുള്ള ആളല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. 30 ആളുകളുടെ ഫിസിക്കലി മസിലുള്ള ആളാണ്. ഒരു 30 ആള് മുത്തുനബിനെ നേരിടാൻ വന്നാൽ 30 ആളൊന്നും മുത്തുനബിക്ക് ഒരു പ്രശ്നമല്ല. മക്കം ഫത്തഹിന്റെ അന്ന് കാബൊക്കെ ഫത്താക്കി വൃത്തിയാക്കി അവസാനം മേലേന്ന് 2-3 ബിംബങ്ങൾ എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കല്ല് മേലേന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരോട് പറഞ്ഞു, അലിയെ എന്നാ നിന്റെ പുറത്ത് ചവിട്ടി കയറിയിട്ട് ആ കല്ലുണ്ട് എടുത്തോളായിരുന്നു. അന്ന് നമ്മളെ പുറത്ത് കസാര ഇതൊന്നും ഇല്ലാത്ത കാലല്ലേ. അപ്പൊ അലിയാരുണ്ട് ആ ഊരമ ചവിട്ടുന്ന്. അലിയാരിപ്പോ അങ്ങനെ ചവിട്ടി കയറും. അലിയാറിന് ഞാനവിടെ ചവിട്ടില്ലാറിന്, ഇക്കളിക്കൊന്നും നിന്നെ കിട്ടില്ലാറിന്, അവിടെ നിന്ന് ഞാൻ ചവിട്ടി കയറൂല. പിന്നെ ഇനിയിപ്പോ എടുക്കാൻ എന്തായിട്ടാന്ന് വെച്ച് അത് തങ്ങളിന്റെ പുറത്ത് കയറിക്കൊള്ളിന്നറിഞ്ഞു. അവനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയ്യാത്ത പണിക്ക് നിൽക്കണ്ട, എന്നെ താങ്ങാൻ എനിക്ക് കഴിയൂല. ആരാ അലിയാര്? നല്ല കളരി ഇറങ്ങുന്ന ആളാ. ഈ കളരിക്കാരെ ഇറങ്ങുമ്പോ തന്നെ അലിയാരെ മേല് പാത്തി വന്നിട്ട് ഇറങ്ങുക. ആജാതി കളരിയല്ലേ. അവർക്കപ്പൊ കൊമ്പിടാൻ വയ്യാത്തത്. ആ ആളോടാണ് അള്ളാഹു റസൂൽ പറഞ്ഞേ, ആവശ്യമില്ലാത്ത പണിക്ക് കണ്ട, എന്നെ താങ്ങാൻ തൽക്കാലം എനിക്ക് കഴിയൂല. ഞാനിപ്പോ എന്റെ ഊരമ ചവിട്ടിയാല് ഈ പുതുന്ന് പറയും. അപ്പൊ അലിയാർക്ക് അങ്ങനെ ഉണ്ടാവില്ല. എന്ത് അലിയാരെ പുറത്തൊക്കെ ഒരു 10-25 ആൾക്കാർ കയറിയാലും നമ്മളെ പുറത്ത് കൊതിയിരുന്ന മാതിരിയായിരിക്കും. ആ ആളോടാ പറഞ്ഞത്, എന്നെ താങ്ങാൻ എന്റെ ഊരക്ക് സൽക്കാലം കഴിയില്ല, അതുകൊണ്ട് എന്റെ പുറത്ത് കയറല്ലാതെ വേറെ വഴിയില്ല. അലിയാര് പറഞ്ഞു, അല്ല മുത്തനബിയെ എനിക്ക് താങ്ങാൻ കഴിയുന്ന. അലിയാര് കുമ്പിട്ട് കൊടുത്തത് ഓർമ്മയുള്ളൂ, ചവിട്ടിയപ്പോഴേ കൊരറ്റ പൊത്തല. ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, മദീനത്ത് വലിയൊരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. ആര് മൂപ്പനേറ്റ് തല്ലൊടിയാലും മൂപ്പര് ജയിക്കും. ഭയങ്കര ഗുസ്തിക്കാരനാണ്, ഭയങ്കര അടിയാണ്. അയാൾ ഒരിക്കൽ മുത്തുനബിന്റെ അടുത്ത് ഇങ്ങനെ വന്നു. ഇതെന്താന്ന് വെച്ചു. ഞാൻ ഇതിന്റെ ആളാണ്, അതുകൊണ്ട് വന്നാണ്. എന്നിട്ട് എന്താ എനിക്ക് വേണ്ട വെച്ചു. ഞാനും നിങ്ങളും കൂടി തല്ലുകൂടിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ പറയണത്, ഞാനും നിങ്ങളും കൂടി തല്ലുകൂടിയിട്ട് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഷാത്തലും മെല്ലുന്നറിയും. അവിടെ ഇപ്പൊ തല്ലൂടെല്ലാം എന്താട്ടണ്, ഇയാൾക്ക് വേണ്ടതല്ല. അവന് കാരണം ഇയാളേറ്റ അടി കൂടിയിട്ട് ലോകത്തൊരു മനുഷ്യൻ തോറ്റിട്ടില്ല. ഇയാളേറ്റ അടി കൂടിയത് ആരൊക്കെയാണോ ആ ആളെ മുമ്പിൽ ഈ മനുഷ്യൻ തോറ്റിട്ടില്ല. ഇയാളുമായി എവിടൊക്കെ അടി ഉണ്ടായിക്കണോ അവിടൊക്കെ 10-15 ആളുകൾ വന്നാലും ആ വന്ന ആളുകൾ തോറ്റ് തൂഫാൻ പാറിലാണ്, തുന്നം പാറും. അങ്ങനത്തെ ആള് വന്നിട്ട് പറയാണ്, എന്നേറ്റ് അടി കൂടിയിട്ട് നിങ്ങളെ അടിയിൽ ജയിച്ചാൽ ഞാൻ ഇപ്പൊ ഷാത്തൽ മെല്ലുന്ന. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, ഒന്ന് പിടിച്ചു നോക്കണമെങ്കിൽ തന്നെ പറയില്ലേ, ജനുവരി 3-ാം തീയതി ആയിക്കോട്ടെ, ഒന്ന് ഒരുങ്ങണ്ടേ. ഇയാളെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഞമ്മക്കൊന്നും ആവണ്ടേ. ഒന്ന് തൈലൊക്കെ പറ്റി മസിലൊക്കെ തുറപ്പിച്ച് ഇതൊക്കെ ആക്കിയിട്ട് നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാന്നൊക്കെയല്ലേ നമ്മള് പറയാ. എന്നാ പിന്നെ അടിക്കുക. മുത്തു മുഹമ്മദ് മുസ്തഫ ഓരോ ഒരുക്കമില്ല, അവിടെ തന്നെയാണ് പറയുന്നത്, എന്നാ പിന്നെ അടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ വെച്ച് എപ്പോഴെന്ന് വെച്ച് ഇപ്പൊ ഇനിയപ്പൊ എപ്പൊക്കെ നീട്ടുന്ന ഷാത്തൽ മെല്ലുണ്ട്, ഇപ്പൊ തന്നെ അടിയണെന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ പിന്നെ ഒരുങ്ങല്ലേ. മുത്തനബിക്ക് ഒരുക്കൊന്നുമില്ല, മുത്തനബി കൂളായിട്ടാ ഒരുങ്ങ. അപ്പൊ ഇയാളങ്ങോട്ട് ഒരുങ്ങൊക്കെ ചെയ്തിട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സമയായോ? ആ സമയായി. മുത്തനബി കാല് മുമ്പ് വെച്ചിട്ട് ഇയാൾ ഒരൊറ്റ പുടുത്തം പിടിച്ചതാ, അവിടെ പോകണം, ഒറ്റ വീഴല്. അവിടെ ഇരുന്നിട്ട് പുടുത്തം പിടിച്ചിട്ട് ഷാത്തലും എല്ലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് എന്തോ ഒരു തക്കടി എടുത്താണ് ചേച്ചി, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ച്, ഇത് നമുക്ക് ഫൗളാണ്, രണ്ടാമതൊന്നും കൂടി കാട്ടണം. നോക്കാണ് നിങ്ങള്. രണ്ടാമതും ചെയ്ത് ഇതേപോലെ അയാളെ തൊട്ടിട്ടാണ്ട് വീഴ്ത്തി, കുത്തിയിട്ട് പിടിച്ചിട്ടും പള്ളൊക്കെ ചവിട്ടിയിട്ടൊന്നുമില്ല.
ഒറ്റ തൊടല് ഒറ്റ വീഴ്ത്തല്. അപ്പോഴയാള് പറഞ്ഞു ആ എന്തോ ഒരു നേക്കാണ് എൻ്റെ അടുത്ത് പഴച്ചാണ്, ഒന്നും കൂടി ഒരുങ്ങ. മൂന്നാമത്തേൽ അങ്ങനെ വീണപ്പോൾ ആള് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ ആക്കിപ്പോ തനിയാത്തിൽ വദാ കൂടി പോകേണ്ട ആവശ്യമുണ്ടോ? നോക്കാം നിങ്ങൾ. പക്ഷെ പോയത് തനിയാത്തിൽ വദായിലൂടെയാണ്. കാരണം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് പോയതുപോലെ വാള് ചുഴറ്റി വീശി വാടാ ഞാടാ പോടാ തൻ്റെ ഇടമുള്ള ഒരു വെരിയട എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുള്ള ആളുകൾക്ക് അതിൽ ഇത്തിബാ ഇല്ല. ഇത്തിബാ എയിലുള്ളത്? ഇതിൽ കുറഞ്ഞ ആളുകൾക്ക് ഇത്തിബാ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാല ആളുകൾക്ക് ഇത്തിബാ ചെയ്യാനുള്ള ഇമാമാണ്. അപ്പൊ കുറച്ച് കഷ്ടപ്പാട്, ഒളിച്ചോടല്, പേടിച്ചോടല് ഇതൊക്കെ വേണം. എന്നാലേ പിൽക്കാലത്ത് ത്യാഗം സഹിക്കാൻ കഴിയുള്ളൂ. എല്ലാം ആടാ പോടാ അടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ മുത്തനബി എങ്ങനെ മുത്തബാൻ കഴിയില്ലല്ലോ, ഇത്തിബാ ചെയ്യപ്പെടുന്ന ആളാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിച്ചത്. കാരണം മുത്തുനബി സാധാരണ ആളല്ല. അന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഖിയാമത്ത് നാളെ വരാനുള്ള മുഴുവൻ തലമുറയെയും ഓർത്തുകൊണ്ടാണ് ചെയ്യല്. അതാണ് മക്കം ഫത്തഹിന്റെ അന്ന് കഅബത്തിനുള്ളിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ ആർക്കാ പൂതിയില്ലാത്തത്? സഹാബാക്കളെ ഇതിനെ തിക്കും തിരക്കുമായിരുന്നു. മുത്തനബി നിസ്കരിച്ചില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇവിടെ ഞാനിപ്പോൾ അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചാൽ നിങ്ങൾക്കൊക്കെ നിസ്കരിക്കാൻ കഴിയും സഹാബ. പക്ഷെ ഉംറയ്ക്കും ഹജ്ജിനും വരുന്ന ആളുകൾക്ക് മുത്തുനബി കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചു എന്ന് കേട്ടാൽ അവർക്കും തവാഫിന് ശേഷം നിസ്കരിക്കാനുള്ള ഉത്സാഹമാകും, ആഗ്രഹമാകും, അത്യാർത്തിയാകും. പക്ഷെ അന്ന് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിസ്കരിച്ച അതേ സ്ഥലത്ത് നിസ്കരിക്കാനുള്ള ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയാതെ എന്റെ ഉമ്മത്തിന്റെ ഹൃദയം പടക്കും സഹാബ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിസ്കരിക്കുന്നില്ല. ഞങ്ങള് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട് ചെയ്തു. ബ്രഷ് എടുത്തുകൊണ്ട് പല്ലേക്കുമ്പോ പറഞ്ഞു ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ. വുളൂവിന്റെ സമയത്ത് ബ്രഷ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അവരോട് നിർബന്ധമായിട്ട്. പക്ഷെ ഇപ്പൊ കൽപ്പിക്കണില്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും അതിന് കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാവെന്ന് പഠിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്. ആ മുത്തുനബിയുടെ ഉറക്കത്തെ കുറിച്ചാണ് ചോദിച്ചത്. മറ്റു ചോദിച്ചതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. ഇത് വിശദീകരിച്ചപ്പോഴേക്ക് സമയം കഴിഞ്ഞു. അള്ളാഹു ഹബീബിനെ കൃത്യമായി പിൻപറ്റുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹബീബ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മളൊക്കെ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവില്ല, ഒരു തൊലാക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞ ഇമാം ബുഖാരി ധരിച്ച നല്ല ചോദ്യാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആലാനെ തൊട്ട് ഞാൻ ഒരു ഹദീസ് ഉദ്ധരിച്ചു. നുബുവത്തിന്റെ ആദ്യഘട്ടം കിനാവിലൂടെയാണ് ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ അല്ലല്ലോ ആയിഷ ബി. ആ സമയത്ത് ഭാര്യ ഖദീജ ഉമ്മയാണ് അല്ലേ? അതല്ലേ ചോദ്യം? അതായത് നമ്മളൊരു വിഷയം അറിയണമെങ്കിൽ ആ സമയത്ത് നമ്മളവിടെ വേണോ? ഇപ്പോ വയനാട് പിന്നെ ഭൂകമ്പം ഉണ്ടായില്ലേ? അപ്പൊ ഞാനങ്ങളവിടെ ഇല്ലല്ലോ, നമ്മളതിന് സാക്ഷികളല്ലല്ലോ. കാലിഫോർണിയ കത്തിയില്ലേ? നമ്മളവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താ പോരെ? ഇങ്ങനെ ആയിരുന്നു എന്റെ നുബുവത്തിന്റെ ആദ്യഘട്ടം. പിന്നീട് വന്ന ഭാര്യയായ ആയിഷാവിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്താ പോരെ? അത്രല്ലേ ഉള്ളത്. മനസ്സിലായി? നിങ്ങളെ വീട്ടിൽ നടന്നൊരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞ എനിക്ക് വിശ്വാസമായില്ലേ? അതിന് ഞാൻ നിങ്ങളെ വീട്ടിൽ ഉണ്ടായിക്കോളൊന്നില്ലല്ലോ. അത്രേ. ചോദ്യം നല്ലതാണ്, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേട്ടാളും ഞെട്ടിപ്പോവും. അങ്ങനത്തെ ചോദ്യമാണ്. പക്ഷെ അതിന് ഇതുപോലെ നിങ്ങൾ പിന്നോട് പറയാം ഇന്നലെ രാത്രി എന്റെ പുരയില് കള്ളം കടന്നു. അത് ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞ നിങ്ങൾ അതിനാ പുരയിൽ ഉണ്ടായിനോന്ന് ചോദിച്ചാൽ അർത്ഥമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോരെ. ഇൻഷാ അല്ലാഹ് നല്ല ചോദ്യം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാഹസ ചോദ്യം ചോദിക്കേണ്ട സാഹസം. അതിന് മൂപ്പർക്ക് ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പ്രകാശിപ്പിക്കണം. അപ്പോഴേ ഒരു ഉഷാറുണ്ടാവുള്ളൂ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും ബന്ധപ്പെട്ട്. ഇനി എന്ത് ചോദിച്ചോളി ഉണ്ടോ? അങ്ങനെ രണ്ടും കൂടി കൂട്ടിമുട്ടി നാളെ കുമ്പരിച്ചു. നല്ല ചോദ്യമാണ് ആ ചോദ്യങ്ങളൊക്കെ. ഞാൻ പിന്നെ ചിന്തിച്ചു കൊളർക്കാത്ത ആളുകൾ പെട്ടുപോയില്ലൊക്കെ. നാളെ എന്തോ നിങ്ങൾ ചോദിച്ചല്ല അങ്ങനെ. അപ്പൊ മിഞ്ഞാന്ന് ഈ ആണും പെണ്ണുള്ളത് പറയുമ്പോ നിങ്ങൾ പറഞ്ഞേ പെൺകുട്ടികൾക്ക് കൂടുതലല്ലേ മാർക്ക് കിട്ടുന്നുള്ള നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞ മറുപടിയും കൃത്യമാണ്.
ആൺകുട്ടികൾക്കുള്ള ബുദ്ധി അനുസരിച്ചുകൊണ്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ തോൽപ്പിക്കും. പക്ഷെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, ഉപയോഗപ്പെടുത്തണ്ടേ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കസേര ഇട്ടോടത്ത് 4 പുസ്തകം വെച്ചാൽ 6 മണിക്കൂർ ഒറ്റ ഇറ്റുങ്ങൾ ഇരിക്കൂല, ആൺകുട്ടികൾ ഇരിക്കൂല. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اغفر لنا واغفر لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. അത് വളരെ നല്ലതിലേക്ക് പഠിക്കാനുള്ള സംഗതിയാ. ഖദീജാബി എന്തുകൊണ്ട് അന്ന് ഭാര്യയായി? 40 വയസ്സുള്ള ഖദീജാബി, പിന്നെ 6 വയസ്സുള്ള ആയിഷാബി വന്ന്. ഇതൊക്കെ ഇങ്ങനെ നല്ല ബുദ്ധിപരമായിട്ട് പഠിച്ചാൽ ഭയങ്കര സംഗതിയാവും. വേണമെങ്കിൽ ഞാൻ പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇല്ല, 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു, 9-ാം വയസ്സിൽ വീട് കൂടി. അപ്പൊ നുബുവത്തിന്റെ തുടക്കാലത്ത് ആയിഷാബി ഇല്ല. അപ്പൊ ഖദീജാബിയായിട്ട് അനുഭവം മുത്തനബി പറഞ്ഞു കൊടുത്തു, അങ്ങനെ അറിഞ്ഞതാണ്. ആയിഷ നമ്മളെ അങ്ങനെ നല്ല ചരിത്രമാണ് ഖദീജ. നമുക്ക് പിന്നെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.